ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇവിടെ ബാംഗ്ലൂർ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ നാട്ടിലൊക്കെ ഈ മൃഗങ്ങൾക്ക് കൊടുക്കുന്ന പരിഗണന ഉണ്ടല്ലോ, എത്രത്തോളമാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ബാംഗ്ലൂരുള്ളവര് മൃഗങ്ങൾക്ക് കൊടുക്കുന്ന പരിഗണന സത്യത്തിൽ നമുക്ക് കണ്ടാൽ അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിക്കുള്ള ഒരു സംഭവമാണ്. ഞാൻ എന്തായാലും അതിന്റെ വീഡിയോ കാണിച്ചു തരാം. ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഒരു ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ഒരു പശു നിൽക്കുകയാണ്. ആ പശു ഹോട്ടലിനകത്തോട്ട് കയറുന്നു, അവർ വിളിച്ച് കയറ്റുന്നു, അതിനകത്ത് വെച്ച് ആഹാരം കൊടുക്കുന്നു. ആ സമയത്തും അവിടെ ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ പറയുന്നത് അതല്ല, ഇത് നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ആ കയറുന്ന പശു പിന്നെ തിരിച്ചിറങ്ങത്തില്ല, അതിനെ കൊന്ന് കറി വെച്ചനെ നമ്മുടെ നാട്ടിലുള്ള അഴുക്കത്തെണ്ടുകൾ. അപ്പൊ അതൊക്കെ വെച്ച് നമ്മുടെ ബാംഗ്ലൂരുള്ള ആൾക്കാരുടെ മനുഷ്യത്വം എന്നുള്ളത് നമുക്ക് ഈ ഒരു കാര്യത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അല്ല, ഈ ചേട്ടൻ അവസാനം ഈ അഴുക്കത്തെണ്ടുകൾ എന്ന് ഉദ്ദേശിച്ചത് ഈ ബീഫ് കഴിക്കുന്ന നമ്മളെ പോലെ ആൾക്കാരെയാണ്. അങ്ങനെയാണെങ്കിൽ ചേട്ടന് കുറച്ച് മനുഷ്യത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമില്ലടേ, ഈ ചേട്ടൻ ഈ പശുവിന് എന്താ ഒരു ഫുഡ് കൊടുക്കുന്ന മനുഷ്യത്വം ചിലപ്പോൾ അവിടെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഈ രാത്രി അവിടുത്തെ ഗുണ്ടായിസം നടത്തുന്ന ലോക്കൽസിന്റെ മനുഷ്യത്വം ചേട്ടൻ കണ്ടിട്ടുണ്ടോ? കന്നഡ അറിയാത്തതിന്റെ പേരിൽ ബാക്കിയുള്ള ആൾക്കാരെ തല്ലി ഓടിക്കുന്ന മനുഷ്യത്വം കണ്ടിട്ടുണ്ടോ? പിന്നെ പശുവിന് ഫുഡ് കൊടുക്കുന്നതല്ലേ കണ്ടിട്ടുള്ളൂ. ഈ പട്ടിക്കും പൂച്ചക്കും നായിക്കും എന്തിനും വഴി കിടക്കുന്ന ആൾക്കാർക്ക് ഫുഡ് വാങ്ങി കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ? കാണത്തില്ലേ. കാരണം പശുവിനെ അവർ ഗോഡായിട്ടാണ് കാണുന്നത് പല ആൾക്കാരും. സോ അവർ ഗോഡിന് ഫുഡ് കൊടുക്കുന്ന രീതിയിലാണ് പശുവിന് മാത്രം ഇങ്ങനെ വിളിച്ചു വരുത്തി കൊണ്ടു കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ കേരളക്കാർ പശുവിനെ പശുവായിട്ടാണ് കാണുന്നത്. അത് നമുക്ക് കഴിക്കേണ്ട ബീഫാണ്. പശുവിനെ ബീഫാക്കി കഴിക്കുന്നവര് കഴിക്കട്ടെ, ഫുഡ് കൊടുക്കുന്നവര് ഫുഡ് കൊടുക്കട്ടെ. അതും വെച്ചിട്ട് മനുഷ്യ തിളക്കാൻ നിൽക്കരുത്. പിന്നെ മനുഷ്യത്തുള്ളവർ നമ്മുടെ നാട്ടിലുണ്ട്, ബാംഗ്ലൂരുണ്ട്, എല്ലാ സ്ഥലത്തുണ്ട്. കാരണം എനിക്ക് അവിടെ ബാംഗ്ലൂരിൽ പഠിക്കുന്നുണ്ട്, കുറെ ഫുഡൊക്കെ വിളിച്ചിട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അവരൊക്കെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. പക്ഷെ ഈ അഴുക്കത്തിൻ്റെയോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, നീ പശുവിന്റെ മനുഷ്യത്വം പറഞ്ഞ പോലെ തന്നെ നീ കഴിക്കുന്ന ബിരിയാണിയിൽ ചിക്കൻ, കോഴിക്കും ഒരു ജീവൻ ഉണ്ടോടാ. അതിനെ കൊല്ലുമ്പോൾ മനുഷ്യത്വം ആലോചിക്കണം. എന്തുകൊണ്ട് പശുവിന് മാത്രം മനുഷ്യത്വം? നമ്മുടെ കേരളക്കാരുടെ ബീഫ് കഴിക്കൂടെ? നമുക്ക് ഇത്രയൊക്കെ മനുഷ്യത്വം മതിയടേ. പോടേ.